എന്തൊരു മഹാനുഭാവൊരു സോങ് ഉണ്ട്, പഞ്ചരത്ന കൃതികളിലുള്ളതാണ്. ആ സിനിമ തീരുന്നതും അവിടെയാണ്. പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവലോ ഇനിയൊരു പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പോസിഷനിലായിരിക്കും. അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു സംഗീതത്തെ ഒരു ആർട്ടിൽ കൈവെക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ. ആ മാസ്റ്ററാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു, വിദ്യാജിയുടെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യാജിയുടെ ഇങ്ങനെ ഈ സിനിമയുടെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത്, ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും, എന്താണ് വിദ്യാജിക്ക് ഇന്നലെ തോന്നിയത്. അപ്പോൾ വിദ്യാജി പറഞ്ഞത്, ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് അറിയാം. പക്ഷെ അതിനകത്തൊരു പെർട്ടിക്കുലർ സീനിൽ, അപ്പോൾ ഞാൻ ഏത് സീനാണ് സർ? അപ്പോൾ പറഞ്ഞത്, അതിനകത്തൊരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറയുന്നുണ്ട്. മേരി അല്ല, അവൾ മേരി അല്ല, അലീനയാണ്, അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്ലൂട്ട് ബിറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാജി ഇതാരാണ് ചെയ്തത് എന്ന് സ്വയം ചോദിച്ചത്. അതാണ് സംഗീതത്തിന്റെ. അപ്പോൾ അതാണ് വിദ്യാജി അത് കൃത്യമായിട്ട് വിദ്യാജി ഫീൽ ചെയ്തതും വിദ്യാജി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അതാണ് സിനിമ തന്നൊരു എക്സ്പീരിയൻസ്. ഇപ്പം എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിൻ്റെ മ്യൂസിക്കിൻ്റെ എന്താ പറയുക ചിറകിലാണ്. ഈ 24 വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്.